അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഹദീസ് ക്ലാസ് 3264. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കാൻ, സാമ്പത്തികമായ ഭദ്രതയും ഐശ്വര്യവും സമാധാനവും സന്തോഷപൂർവമായ ജീവിതം വീടുകളിൽ കുടുംബത്തിൽ ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഇന്ന ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാനി, നിശ്ചയം എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്. ഇദാ തബഖ്ത മറക്കൻ, നീ വീട്ടിൽ കറി ഉണ്ടാക്കിയാൽ, സാധാരണ ചാറ് ഉണ്ടല്ലോ, കറി, വീട്ടിൽ വിഭവം ഉണ്ടാക്കുമ്പോൾ, ഭക്ഷണത്തിന് കൂട്ടാനാവശ്യമായ വസ്തു ഉണ്ടാക്കുമ്പോൾ, ഫഅക്സിർ മഅഹു, അതിൻ്റെ വെള്ളം നീ അധികരിപ്പിക്കണം, കൂടുതൽ ഉണ്ടാക്കണം എന്നർത്ഥം. അല്ലാതെ സാധാരണ കറി ഉണ്ടാക്കിയതിനു ശേഷം വെള്ളമൊഴിച്ച് അതിനെ കട്ടി കുറച്ച് ഒന്നുമല്ലാതാക്കണം എന്നതല്ല, മറിച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് കൂടുതൽ കറി ഉണ്ടാക്കണം. എന്തിനാണത്? എന്നിട്ട് സുമ്മൻദുർ അഹ്ല ബൈത്തി മിൻ ജിറാനിക, എന്നിട്ട് നിന്റെ അയൽവാസികളിൽ നിന്നുള്ള വീട്ടുകാരെ നീ നോക്കണം. അവരെന്താ ചെയ്യേണ്ടത്? അസിബുഹും മിൻഹാ ബിമഅറൂഫിൻ, നല്ല നിലക്ക്, എന്ന് പറഞ്ഞാൽ മോശമല്ലാത്ത രൂപത്തിൽ അവർക്കും നീ അത് കൊടുക്കണം. അയൽവാസികളെ പരിഗണിക്കുക. പ്രത്യേകിച്ച് വീട്ടിൽ സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അയൽവാസികളെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി അവർക്ക് കൂടി കൊണ്ടുപോയി കൊടുക്കണം. അല്ലെങ്കിൽ അവരെ കൂടി വിളിച്ച് ഭക്ഷിപ്പിക്കുക, കുറച്ച് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ പതിവാക്കിയാൽ, പ്രത്യേകിച്ച് സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ രൂപത്തിൽ അയൽവാസികൾ കൂടി പരിഗണിച്ചാൽ, അത് ജീവിതത്തിൽ വലിയ സന്തോഷവും ഐശ്വര്യവും കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ പോലും അത് കാരണമാണ്. അല്ലാഹു തആല അത്തരത്തിൽ എല്ലാവരെയും പരിഗണിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.